ഇടുക്കി ജില്ലയിലെ ഏലമലക്കാടുകളെ സംബന്ധിച്ചുള്ള പ്രശ്നത്തിലും ഭൂപ്രശ്നത്തിലും സംസ്ഥാന ഗവൺമെൻറ്റിന് ഇരട്ടത്താപ്പാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വളരെ നാളുകളായി ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ വളരെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്ന ഈ വിഷയത്തിൽ ഗവൺമെൻറ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്ന നടപടികളൊക്കെ ജില്ലയിലെ ഭൂപ്രശ്നങ്ങളും CHR മേഖലയിലെ പ്രശ്നങ്ങളും കൂടുതൽ അനുദിനം വഷളാകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത കാലത്തായി ഉടുമ്പൻചോല താലൂക്കുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ച് വന്നിരിക്കുന്ന CHR വിഷയത്തിൽ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും സുപ്രീം കോടതി കൊടുക്കുന്ന റിപ്പോർട്ടിലുണ്ടാകുന്ന വ്യത്യാസം അത് വിഷയം കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുക. ഞാൻ പറയുന്നത്, ഒരു ഗവൺമെൻറ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്തരം വിഷയത്തിൽ നയമുണ്ടെങ്കിൽ മന്ത്രിസഭ തീരുമാനിക്കുന്ന നയത്തിനപ്പുറത്തോട്ട് ഏതെങ്കിലും ഒരു റിപ്പോർട്ട് കൊടുക്കാൻ റവന്യൂ വകുപ്പിനോ വനം വകുപ്പിനോ സാധിക്കും. അപ്പോൾ ഇങ്ങനെ റവന്യൂ വകുപ്പും വനം വകുപ്പും തമ്മിൽ പരസ്പരം വ്യത്യസ്തമായ റിപ്പോർട്ടുകളൊക്കെ കൊടുത്തിട്ട് ആ വകുപ്പുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഭരണകക്ഷിയിലെ ആളുകൾ ചില സമര പ്രകടനങ്ങളൊക്കെ നടത്തുന്നത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയം പരിഹരിക്കണമെങ്കിൽ CHRൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ടാക്കി ഒരു നയം രൂപീകരിച്ച്, ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ 15,720 ഏക്കർ സ്ഥലം എന്നുള്ളത് ഇപ്പോൾ സുപ്രീം കോടതിയിലെ കേസിൻ്റെ വന്നിരിക്കുന്ന അനുസരിച്ച് അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2,15,720 ഏക്കറായി മാറിയിരിക്കുന്നതെന്ന് പറഞ്ഞത് ആ റേഞ്ചിലെ മുഴുവൻ മേഖലയും CHRൻ്റെ പരിധി വരുന്നു എന്നുള്ളതാണ് അർത്ഥം. ഇത്ര ഗൗരവമായൊരു വിഷയം ഉണ്ടായിട്ടും ഈ വിഷയത്തിൽ വേണ്ടത്ര നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്നുള്ളത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുള്ള കടുത്ത അവഗണനയാണ് പറയാതിരിക്കാൻ പറ്റില്ല. മുൻകാലങ്ങളിലൊക്കെ ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ വനരക്ഷപ്പെട്ട നേതാക്കന്മാരൊക്കെ ജനപ്രതിനിധികളൊക്കെ ഈ വിഷയത്തിനകത്ത് അടിയന്തര പരിഹാരം കാണുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ ജില്ലയെ പ്രതികരിക്കുന്ന മന്ത്രി യാതൊരു പ്രശ്നമില്ല എന്ന് നിരന്തരമായ പ്രസ്താവന നടത്തുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹം ഇരിക്കുന്ന മന്ത്രിസഭാ സമിതി കൂടുമ്പോൾ ഈ വിഷയം ഉന്നയിച്ച് ഇതിനകത്തൊരു നയം രൂപീകരിക്കാൻ, ഒരു ഏകീകൃത നയം ഉണ്ടാക്കുവാൻ, ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നയം ഉണ്ടാക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ്. ഇപ്പം അടുത്ത കാലത്ത് തന്നെ നമുക്കറിയാം, മുല്ലപ്പെരിയാറിന് ബലക്ഷയമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞ അധികാരികൾ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ള അടിയന്തരമായി ചെയ്യേണ്ട കാര്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കളക്ടറേറ്റ് യോഗം വിളിച്ചു. അപ്പോൾ ഇത് കാണിക്കുന്നത് ഗവൺമെൻറ് ഇരട്ടത്താപ്പല്ലാതെ വേറൊന്നാണ്. ഒരു വശത്ത് ഡാമിന് ബലമുണ്ടെന്ന് പറയുകയും മറുവശത്ത് ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എന്താണ് സ്വീകരിക്കണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ ജനങ്ങളുടെ ഇടയിലുണ്ടായ ഈ ആശങ്ക മാറ്റുന്നതിന് വേണ്ടി യാതൊരു നടപടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നില്ല. ഭൂപ്രശ്നം നമുക്കറിയാം, ഭൂപ്രശ്നം ഇതുപോലെ വഷളായ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ നിർമ്മിക്കുന്ന നിർമ്മാണങ്ങളെല്ലാം ഹൗസ് പെർമിറ്റിൻ്റെ മറവിലാണ് ഉണ്ടാകുന്നത്. ഹൗസ് പെർമിറ്റിൻ്റെ മറവിൽ ഉണ്ടാകുന്ന നിർമ്മാണങ്ങൾ നാളെ ആരെങ്കിലും ഒരു കേസുമായി ഹൈക്കോടതിയിൽ പോകുന്ന പക്ഷം ഈ പെർമിറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്ത് കൊമേഴ്സിന് ഉപയോഗിക്കുന്ന മുഴുവനും പിടിച്ചെടുക്കാൻ കഴിയുന്ന നിയമം വ്യവസ്ഥിതി ഉള്ളതുകൊണ്ട് ഇതൊക്കെ കാരണം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. വളരെ ഫ്ലാറ്റിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യം. അപ്പോൾ ഇത്തരം വിഷയത്തിൽ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. അഭിനയൊക്കെ എന്തെളുപ്പാ, വീട്ടുകാരെ നോക്കാനല്ലേ പാട്. അതിൽ പ്രധാനം വീട്ടു സാധനങ്ങളുടെ ഷോപ്പിങ്ങും. എന്നാൽ അക്കാര്യത്തിൽ ഇനി ടെൻഷനേ വേണ്ട. ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ. കിച്ചൺ അപ്ലയൻസസ്, ഇലക്ട്രോണിക് ഐറ്റംസ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, അങ്ങനെ എല്ലാം ഹൈഫ്രഷിൽ കിട്ടും. സ്വന്തം പ്രൊഡക്ട്സ് ഉൾപ്പെടെ ഏറ്റവും മികച്ച ബ്രാൻഡുകളും ഹൈഫ്രഷിനല്ലാതെ മറ്റാർക്ക് നൽകാനാവില്ല. സ്വന്തം ഫാമിലെ ജൈവ പച്ചക്കറികളോടൊപ്പം പുറമേ നിന്നെടുക്കുന്നത് ഏറ്റവും മികച്ചത് മാത്രം. കൂടാതെ ഫ്രൂട്ട്സും ഫിഷ് ആൻഡ് മീറ്റും. ഈ ഒരു ഉറപ്പ് ഹൈഫ്രഷിന് മാത്രമേ നൽകാനാവൂ.
കോസ്മെറ്റിക് ഐറ്റംസ്, ടോയ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ, സ്പോർട്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കോഫി കുടിച്ചിരിക്കാൻ ഇവിടെ ബേക്ക് ഫാക്ടറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി വീട്ടുകാര്യങ്ങൾ നിറവേറ്റാൻ ഫ്രഷ് ആൻഡ് ബെസ്റ്റ് ചോയ്സ് അത് ഹൈ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് തന്നെ. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഹൈ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്, സഹകരണ ബാങ്ക് ജംഗ്ഷൻ, കട്ടപ്പന.